ആ നാളെ വിഷുവാണല്ലേ, പുറത്തൊക്കെ പടക്കൊക്കെ പൊട്ടുന്നുണ്ട്. ആ നാളെയാണോ വിഷു? ആ നാളെ വിഷു. ഓ പണ്ടത്തെ ഒരു വിഷു അത് ആലോചിക്കാൻ പറ്റുന്നില്ല. എന്തായിരുന്നു അന്നത്തെ ഒരു കാലം. അന്നൊക്കെ ആയിരുന്നു ശരിക്കും വിഷു ആഘോഷം. ഇന്ന് എന്ത് വിഷു. പണ്ടേ ഞങ്ങളുടെ കൂട്ടുകുടുംബമായിരുന്നേ. അന്ന് അച്ചാച്ചനും അമ്മാമ്മയും അമ്മായിമാരും അവരുടെ മക്കളും എല്ലാരും കൂടി വന്നു കഴിഞ്ഞാൽ അന്നൊരു ഉത്സവ പ്രകൃതിയായിരുന്നു. അന്നാണ് വിഷു. ഇന്ന് എന്ത് വിഷു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒറ്റക്കൊമ്പത്ത് കുറഞ്ഞിരിക്കുന്ന പോലെ ആയില്ലേ. വിധി അല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ? ഇത് വിധിയൊന്നല്ല കേശു, ഇതെല്ലാം പുതിയ കാലത്തിന്റെ ഓരോ പരീക്ഷണങ്ങളാണ്. ഇനി കാലം ചെല്ലും തോറും ഇതിലും മോശമായി വരും. ഇനി എന്ത് മോശമാവാൻ? ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അറിയാമോ? എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. ഇന്ന് BP ഒക്കെ കുറച്ച് നോർമലാ. അപ്പോ ഇന്നലത്തെ സംഭവം BP കൂടിയിട്ടായിരുന്നു അല്ലേ? BP കൂടിയിട്ടൊന്നുമില്ലടോ, സ്വതവേ എനിക്ക് BP സ്വല്പം കൂടുതലാ. പക്ഷെ നാളത്തെ കാര്യം ആലോചിക്കുമ്പോ, നാളെ വിഷു, എന്റെ നെഞ്ച് പെടയാണ് കിടന്നിട്ട്. വിഷമിക്കില്ല നാണേട്ടാ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും. സമാധാനിക്ക്. സഹിക്കാൻ പറ്റുന്നില്ലടോ. 40-40 വർഷം ഗൾഫിൽ കിടന്ന് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചതാ. ഇന്ന് അവരെന്നെ നടതള്ളി. ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഇന്ന് അവരെന്നെ കൊന്നുകളയാമായിരുന്നില്ല അവർക്ക്. ഇതൊക്കെ തന്നെയാണ് കേട്ടാ ഇപ്പോഴത്തെ ജീവിതം. എട്ടുകാലികൾ ജനിച്ചു വീഴുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതിന്റെ മുട്ട വിരിഞ്ഞ് ആദ്യമായി പുറത്തേക്ക് വന്നാൽ അവരാദ്യമായി ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇത്രയും നാളും നോക്കി വളർത്തി ഉണ്ടാക്കിയ അച്ഛയെ കൊല്ലുക എന്നുള്ളതാണ്. ഈ കാര്യത്തില് യാതൊരു ദയാദാക്ഷിണ്യവും ഈ ജീവികൾക്കില്ല. ഏകദേശം ഇന്നത്തെ ജനങ്ങളുടെ പോക്ക് അവിടേക്ക് തന്നെയാ. എന്റെ മക്കള് എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചതാ. തമ്മിൽ ഭേദം എന്റെ മക്കളാ. എന്നെ കൊന്നില്ലല്ലോ. ഇവിടെ എല്ലാവരുടെ കഥയും പരസ്പരം പങ്കുവെച്ചിട്ടുണ്ട്. നന്ദേട്ടൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. പറയാനുള്ളതൊന്നും അത്ര നല്ലതല്ല. നനച്ച് ഇവിടെ ഇരിക്കാൻ ഞാൻ റൂമിലൊക്കെ തരഞ്ഞു. മരുന്ന് അവിടെ വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വാ. മരുന്ന് വെച്ചിട്ട് വരാട്ടോ. എന്നാലും നന്ദ, നമ്മളൊന്നും അന്യരല്ലല്ലോ. ഒരാളോട് മനസ്സ് തുറക്കുമ്പോ അതൊരു ആശ്വാസമല്ലേ? ഒന്നുമില്ല കേശവേട്ടാ, ഞാനേ 6 മക്കളുടെ അച്ഛനാ. 6 പെൺമക്കളാ. എല്ലാവരെയും കല്യാണം കഴിച്ചയച്ചു. പിന്നെ ഞാനും സാവിത്രിയും താഴെയുള്ള മകളുടെ ഒപ്പമായിരുന്നു. എല്ലാവരും നല്ല നിലയിലൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ സാവിത്രി അതിന് പോയി. പെൺമക്കളുടെ ഒപ്പം അമ്മമാർക്ക് നിൽക്കാം. അച്ഛന്മാരുടെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ അവരുടെ കൈകൊണ്ട് അങ്ങോട്ട് ചാവണ്ടല്ലോ എന്നങ്ങോട്ട് വിചാരിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഈ കുടിക്കാൻ അങ്ങോട്ട് കഴിക്കുക. ആ ഗ്യാസ് അങ്ങോട്ട് മാറ്റേ. നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരു ആശ്വാസ. എനിക്ക് എന്റെ മകളെ കണ്ട പോലെ തോന്നും. ഇവളെ കാണുമ്പോ എന്റെ 2ാമത്തെ മകളെ കാണുന്ന അതേ ചായ. എന്റെ സ്ഥിതി ഒന്ന് നോക്കിയേ. ഞാനിവിടെ വരേണ്ട ആളാ. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. എന്റെ പേര് കേട്ടാലേ നാട്ടിലെ കിട്ടുകിട്ടാന്ന് പറയും. വീട്ടിലെ സ്ഥിതി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കറിവേപ്പര പോലെ ഞാൻ. പിന്നെ എന്തുട്ടാ പറയാനുള്ളത്? ഇങ്ങനൊരു സ്ഥാപനം ഉള്ളത് നമുക്കൊക്കെ നന്നായി. അല്ലെങ്കിൽ നമ്മൾ അവിടേക്കൊക്കെ പോവാ. അഡ്മിഷനൊക്കെ തീർന്നു.
3 പേരെ തിരിച്ചു പറഞ്ഞേക്കാണ് ചെയ്തത്. എന്താ സർക്കത്ത് സാറ് കാണണം എന്നൊക്കെ പറഞ്ഞേ? എന്താ കേശു? വേറൊന്നല്ല മാഡം, രേഷ്മ മേഡം എന്തോ പ്രശ്നങ്ങൾ പറഞ്ഞു. എന്റെ വായിക്ക് രുചിയുള്ള ഭക്ഷണത്തിനെ പറ്റി സംസാരിച്ചതാ. എന്താ ഒരു ഷൗട്ട് ചെയ്തോ? എന്തോ കണകുണ പറഞ്ഞു പോയി, ഇത്രേ ഉള്ളൂ. രേഷ്മ വിളിച്ചിരുന്ന ഗോപി, എന്താ ഗോപി, നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടോ? എനിക്കൊരു പരാതി ഇല്ല സാറേ. രേഷ്മ, അതിനെ കുറിച്ചൊരു പരാതി ഉണ്ടല്ലോ. എന്ത് പറയാം സാർ? താൻ ഇന്നലെ വലിയ വഴക്കുണ്ടാക്കി എന്നൊക്കെ പറയുന്നിട്ടു. അത് ഭക്ഷണത്തെ ചൊല്ലിയാണ് സാറേ. നമുക്ക് ഇവിടെ ഒരു മെനു ഉണ്ടല്ലോ, നമുക്ക് അത് പ്രകാരമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാറ്റം വരുത്തണം അവർ പറയണത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക സാർ? മാറ്റം വരുത്തണം. അതിലെന്താ ആവശ്യം? അവരുടെ സ്ഥാപനം അത്. അവരുടെ ഇഷ്ടങ്ങളെ മാനിക്കണം, അവരുടെ വാക്കുകളെ മാനിക്കണം. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഭക്ഷണം നമ്മൾ ക്രമീകരിക്കണം. അതാ വേണ്ടത്. നിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ലോ. ആണോ ഗ്രൂപ്പ്? ആണോ? പിന്നെന്താ? അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവണം. ഇത് ഇവരുടെ സ്ഥാപന, ഇവർക്കുള്ള സ്ഥാപന. അവിടുത്തെ ശമ്പളക്കാരാ നമ്മള്. മനസ്സിലാവണ്ട? ബോധമുണ്ട നിനക്ക്? നിന്റെ രാഷ്ട്രം കാണിക്കാനുള്ള സ്ഥലമല്ല ഇത്. മനസ്സിലായ? ഇനി മേലില് ഇങ്ങനെ ഒരു പരാതി നിന്നെ കുറിച്ച് ഉണ്ടായാല് രേഷ്മ പറഞ്ഞില്ല എന്ന് വേണ്ട, പോയതിന്റെ മുന്നിൽ പോ. നിങ്ങള് ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തില് നിങ്ങൾക്ക് ഉള്ള ആഗ്രഹം ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഒരു നോട്ട് എഴുതി കൊടുക്കണം കേട്ടാ. കേട്ടാ? ശരി. ഗോപിക്ക് പിന്നെ പരാതി ഒന്നും ഇല്ലല്ലോ അല്ലെ? ഇനി ആളുകളുടെ മുന്നിൽ വെച്ച് അങ്ങനെ എന്നോട് ദേഷ്യപ്പെടാൻ പാട്ടോ. അപ്പൊ ഞാൻ ശരിയാക്കി തരാം. എന്നിട്ട് ശൃംഗരിക്കാനായിട്ട് വായോ. നീ അത് കാര്യാക്കടി, ഇതൊരു തമാശയല്ലേ? നീ അങ്ങനെ തമാശയായിട്ട് എടുക്കുന്നതൊക്കെ. വായോ വായോ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നതാ. ചെറുതാണ്, കഴിച്ചു നോക്ക്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോടും. പിന്നെ വിരി കൊടുന്നില്ല കേട്ടാ, വിരി കൊടുന്നില്ല. അതിപ്പോ കൊണ്ടുവരാട്ടാ. ആ ശരി എന്നാ. ശരി. എന്താ പിന്നെ ട്രിപ്പ് ഇന്നത്തൊക്കെ കഴിഞ്ഞില്ലേ? കഴിച്ചു നോക്ക്. കെടുക്കച്ച എന്തത്? ഇന്ന് ആർക്കും ഉറക്കൊന്നുമില്ലേ? വിഷുവിന്റെ തലേസാനും ഉറങ്ങാറില്ലേ സിസ്റ്റർ? സംക്രാന്തി അല്ലേ? അത് പറഞ്ഞ പറ്റില്ല. കെടുക്ക്. കെടുക്ക്. എടുക്ക്. ശരി. എടുക്കട്ടാ എല്ലാരും. കണി 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 കണി. ഹാപ്പി വിഷു. ഭഗവാനെ, എത്ര വർഷമായി ഇതുപോലത്തെ ഒരു കണി കണ്ടിട്ട്. ചേട്ടാ, ഭഗവാനെ നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഹാപ്പി വിഷു. ഇങ്ങനെയാണ് മോളെ അനാഥര് സനാഥരകത്ത്. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവരുമായി ഒരുപാട് സന്തോഷമായി. ഒരുപാട്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു പോലീസ് അച്ഛാ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.
നന്ന് ചായ. ആ മക്കളെ എണീറ്റില്ലടേ? ഇല്ല, അവരെ ഇട്ടിട്ടില്ല. ആ മോള് വന്നൂലോ. അമ്മേ, ചേട്ടന് മോളെ കിട്ടില്ലേ? ഇല്ല മോളെ, മോള് തന്നെ വിളിക്ക്. അച്ഛാ കുളിച്ചില്ലേ അച്ഛാ? ആ കുളിച്ചു മോളെ. ഞങ്ങത്തെ എന്തെങ്കിലും നോക്കട്ടെ കേട്ടോ. കൃഷ്ണ ഇതുവരെക്കാം. അച്ഛാ കണി ശരിയായിട്ടുണ്ട്, വരൂ. അമ്മേ ഒന്നും ഇവിടെ വരുമോ? മോളെ ഒന്ന് കണി കാണിക്കൂ. പൊന്നേ ചക്കരേ, എണീക്കടാ. ഇന്ന് വിശ്വ കണ്ണോളിക്കല്ലേട്ടാ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ കണി കാണണ്ടേ? എനിക്ക് നമ്മുടെ പൊന്നു ചക്കര കണ്ണു തുറക്കില്ലേട്ടാ. എനിക്ക് പതുക്കനെ പതുക്കനെ പൊന്നു ഇന്ന് കണി കാണണ്ടേ? പതുക്കനെ 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 കണ്ണു തുറക്കില്ലേട്ടാ. സമയം എത്രയാണ്? സമയം 7 കഴിഞ്ഞു. കണ്ണുറക്കല്ലേ? ഓ വിഷു ആയിട്ട് ലേറ്റ് ആയല്ലേ? എനിക്ക് ഓ കണ്ണി ഞാനിപ്പൊ കണ്ണു തുറക്കും. എനിക്ക് ഓ നിൽക്ക മുണ്ടൊക്കെ നോക്കട്ടെ. നടന്നോ? ഭഗവാനേ, എന്റെ കുട്ടികളെ കാത്തോളണേ. കണ്ണൂർക്കല്ലേ? കണ്ണൂരിന്റെ പിന്നിലാണേ. തൊഴുതോളൂ. ഇവിടെ ഇല്ല. സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ചുറ്റി. സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ചുറ്റി. വാൽക്കണ്ണാടി നോക്കി പുഞ്ചിരിച്ചു പുതുമഴ പെയ്തരാവിൽ ആവണിപ്പൂകൾ വിരിഞ്ഞു. വാൽക്കണ്ണാടി നോക്കി പുഞ്ചിരിച്ചു പുതുമഴ പെയ്തരാവിൽ ആവണിപ്പൂകൾ വിരിഞ്ഞു. സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ചുറ്റി. ഹൃദയത്തിൽ വിരുന്നു വന്ന ഇതുവരെ കേൾക്കാത്ത ഈണങ്ങളെ. ഇന്നെന്റെ ഹൃദയത്തിൽ വിരുന്നു വന്ന ഇതുവരെ കേൾക്കാത്ത ഈണങ്ങളെ. ഹൃദയ സരസ്സുകൾ വരവേൽപ്പു ചെയ്തു. ഇന്നലെയോളങ്ങൾ പാടാൻ കൊതിച്ചൊരു ഗന്ധർവ സംഗീതമേ.
സ്വരരാഗ പ്രവാഹമേ. കാലാന്തരത്തിൽ കാണാൻ മറന്നൊരു കാട്ടുപൂവിൻ വസന്തം കാത്തിരുന്നു. കാലാന്തരത്തിൽ കാണാൻ മറന്നൊരു കാട്ടുപൂവിൻ വസന്തം കാത്തിരുന്നു. 1000 പൊൻരഥം എഴുന്നള്ളിയാറാട്ട് തങ്കച്ചിലമ്പിൻ്റെ പദനിസ്വരം. തങ്കച്ചിലമ്പിൻ്റെ പദനിസ്വരം. സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ചുറ്റി. സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ചുറ്റി. വാൽക്കണ്ണാടി നോക്കി പുഞ്ചിരിച്ചു. പുതുമഴ പെയ്തരാവിൽ ആവണിപ്പൂകൾ വിരിഞ്ഞു. വാൽക്കണ്ണാടി നോക്കി പുഞ്ചിരിച്ചു. പുതുമഴ പെയ്തരാവിൽ ആവണിപ്പൂകൾ വിരിഞ്ഞു. സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ചുറ്റി. ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ചുറ്റി. കൃഷ്ണേട്ടനാ, എന്താ കൃഷ്ണേട്ട പതിവില്ലാണ്ട്? എന്തുണ്ട് വിശേഷം? ഹാപ്പി വിഷു. കൃഷ്ണേട്ടന് ഈ വർഷം വിഷു ഇല്ല മോളെ. അതെന്താ കൃഷ്ണേട്ട അങ്ങനെ പറയണേ? അതങ്ങനെ മോളെ, വല്ലാത്തൊരു നീറ്റലോടും ഭയങ്കര വിഷമത്തോടു കൂടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്രത്യേകിച്ച് ഇന്ന് വിഷുവാണ്. ഇതെങ്ങനെ മോളോട് പറയണമെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെയാണ് മോളെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ ഡ്യൂട്ടിയായി പോയില്ലേ. കൃഷ്ണേട്ട എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തായാലും തുറന്നു പറഞ്ഞോളൂ. സഞ്ജു, സഞ്ജു, ഇതെന്നാ സഞ്ജു? സഞ്ജു എന്നതാ പറ്റിയത്? സഞ്ജു, സഞ്ജു, സഞ്ജു എന്തിനാ കരയണേ? എന്തിനാ കരയണേ? ഇത് എന്ത്? ഇത് എന്താന്ന്? ഇത് നീ എന്തിനാ കരയണ സഞ്ജു? കാര്യം പറ സഞ്ജു. സഞ്ജു കാര്യം പറ, എന്താ സംഭവിച്ചത്? എന്ത് ഇത്? നീ എന്തിനാ കരയണേ? കാര്യം പറ സഞ്ജു. സഞ്ജു എന്തിനാ കരയുന്നേ? ഇതെന്ത്? കാര്യം പറ. നീ ഇത് എന്ത് ഇത്? സഞ്ജു, അമ്മ കൊച്ചിനോട് പുറത്തോട്ട് നോക്കി. ഓ ഓ ചെല്ലേ, ആ വാതിലും കൂടെ അടച്ചേക്ക്. സഞ്ജു, ആ വാതിലടക്ക്. സഞ്ജു, സഞ്ജു കാര്യം പറ, എന്നിട്ട് കരയ. ഇതെന്ത് ഇത്? സഞ്ജു. സാറേ, കണി കൊണ്ടുവന്നിട്ട് സാറേ. ആരാ? സഞ്ജനയാ? അത് സാറേ, കണി കൊണ്ടുവന്നതാ. ഓ സാറേ, കണ്ണു തുറക്കരുതിട്ട് സാറേ. വാ 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 എടുത്ത് വാ. കണി മുന്നിൽ വെക്കുന്നുണ്ട് സാറേ. ഇങ്ങോട്ട് വാ, ആടിയും അടുത്ത് വാ. സാറ് കണി കാണുന്നുണ്ടോ? ഇങ്ങോട്ട് വാ, വാടി. സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എടി പൊടിനൊന്ന് വിളിക്കരുതെന്ന്.
ഈ നല്ലൊരു ദിവസമായിട്ട് പിണങ്ങലടാ. സാർ കണി കാണണ്ട, ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ഇത് കൊണ്ടുപോകും. ഇത് നീ കൊണ്ടുപോ. പക്ഷെ ഞാൻ നിന്നെ കണി കാണിച്ചടി. നീ അടുത്ത് വാങ്ങട് വാടി. നല്ലൊരു ദിവസമായിട്ട് സൂപ്രണ്ട് റൂമിലേക്ക് കണി കൊണ്ട് വന്നത് എന്റെ മര്യാദക്കായിട്ട് കാണിച്ചാലുണ്ടല്ലോ സാറേ. എന്റെ ആഗ്രഹം ഞാൻ എത്ര നാളായിട്ട് പിന്നാലെ ഇത് വലിയ കനകട്ടയൊന്നുമല്ലല്ലോ. സാറ് സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടാ. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്താ ചെയ്യാ? ഞാനൊരു വീട്ടിൽ തന്നെ പിടിച്ചാലുണ്ടല്ലോ, പെണ്ണെപ്പോഴും പെണ്ണിനെയാണ്. നീ അത്രയ്ക്കൊന്നും നെകളിക്കൊന്നും വേണ്ട ഇവിടെ, മനസ്സിലായില്ലേ എനിക്ക്? സാർ മാറുന്നേ, മാറി നിൽക്കാൻ. മാറി നിന്നില്ലെങ്കില് ഞാൻ ഒച്ച വയ്ക്കും, അവിടെ ആളുകളുണ്ട്. ഒച്ചവെക്കടേ, നീ ഒച്ചവെക്കടേ, ഒച്ചവെക്കണേ. ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? ഈ സ്ഥാപനത്തിലെ സൂപ്രണ്ടാ ഞാൻ പറയുന്ന പോലെ, ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളാണ് ഇവിടെ. നീ എന്താ വിചാരിച്ചേ ഞാനൊരു ഉണ്ണാക്കനാണെന്നാ? കൃത്യമായ പ്ലാനിങ് നടത്തിയിട്ടാ നിന്റെ ഈ കണികാണൽ ചടങ്ങില്ലേ, ചരിത്രത്തിലുണ്ടാവാത്ത ചടങ്ങാത്. ഈ കണികാണൽ പദ്ധതിക്ക് രൂപം കൊടുത്തത് നിന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാ. നീ എന്താ വിചാരിച്ചേ? നീ ഒച്ചമ്പാല ഉണ്ടാക്കണേ. ഒരാളിവിടെ വരാൻ പോകുന്നില്ല. നീ ഇങ്ങോട്ട് മാടി, ഇങ്ങോട്ട് വരാൻ. ഞങ്ങളിപ്പോ വരാം. സുഖമില്ലാത്ത ആളുണ്ടെന്നെ, ആൾക്ക് കഴിഞ്ഞിട്ടും കൊടുത്തിട്ട് വരാം. ഇനി സിംഗിൾ ഫോട്ടോ മതി ഡാഡി, ഞാൻ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ഒരെണ്ണം കൂടി മുത്തേ. ഡാഡി ഇത് എങ്ങനെയൊക്കെ ഈ പോസ്റ്റർ വന്നിട്ട് ഇതൊന്ന് നിർത്താൻ പറ, കുറെ നേരമായല്ലോ. ഇനി ഒരു പോസും വേണ്ട ഡാഡി. ഡാഡി വന്നേ, മമ്മി വാ, നമുക്ക് ഫാമിലി ഫോട്ടോ എടുക്കാം. നമുക്ക് ഈ പൊസിഷൻ ആയാലോ ഡാഡി? മക്കളുടെ ഇഷ്ടം. മുത്തേ. ആരുടെ വണ്ടിയമ്മ പറഞ്ഞ ആരാ ഈ നേരത്ത്? അതെന്റെ അവിടുത്തെ സ്റ്റാഫാ. എന്താ ഈ നേരത്ത്? വിഷുവല്ല സാറേ, എന്നെ കണ്ട് വിഷ് ചെയ്ത് പോകാൻ. നിങ്ങൾ ഇങ്ങോട്ടായിട്ട് ഇറങ്ങിയതാ? അതെ സാറേ, ഇങ്ങോട്ട് നേരം വന്നാ വിഷുവായിട്ട് സാറ് കൊടുത്ത കൈനീട്ട് ഞങ്ങളങ്ങ് കൈപ്പറ്റി. അപ്പോൾ വാങ്ങൽ മാത്രമല്ലല്ലോ, കുട്ടിക്കലും കൂടിയാണല്ലോ. അപ്പോൾ സാറുകളങ്ങ് തരാൻ വേണ്ടി വന്നതാ. ഇന്ന് വിഷുവല്ല സാറേ, എന്നെ കണ്ട് വിഷ് ചെയ്ത് പോവാന്ന് കരുതി. വേണേ വേണേ, നീ മക്കളെ കൊണ്ടകത്ത് പോയെ. എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നോ? എന്ത് പ്രശ്നം? നീ മക്കളെ കൊണ്ടകത്ത് പോയെ. പ്രശ്നമൊന്നുമില്ല മാഡം, ഇന്ന് വിഷുവല്ലേ, സാറിനെ കണ്ടെന്ന് വിഷ് ചെയ്യാ, കൈനീട്ടം കൊടുക്ക, ഞങ്ങൾ പറഞ്ഞു മാഡം. ഡാഡി, ആ സിംഗിൾ ഫോട്ടോ ഇല്ലേ ഡാഡി എടുക്കാന്ന് പറഞ്ഞത്, അത് ഇപ്പൊ എടുത്താലോ? ആ സാറ് പോസ് ചെയ്യ് സാറേ, ഞാൻ ഫോട്ടോ എടുത്തു തരാന്ന്. ഫോട്ടോഗ്രാഫർ ആണോ? അതെ, ഞാൻ നല്ല ഫ്രീലാൻസർ ഫോട്ടോഗ്രാഫറാണ്. ആ സാറ് നിക്ക് സാറേ, പോവല്ലെന്ന് മോള് പറഞ്ഞല്ലേ. നിക്ക് സാറേ, നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോവാന്ന്. സാറ് പോസ് ചെയ്യ് സാറേ, ഞാൻ നല്ല ഫോട്ടോ എടുത്തു തരാന്ന്. നീ എന്തുട്ട് പൂരം കടാൻ മക്കളെ പിടിച്ചുകൊണ്ടേ? സാറ് പോലെ സാർ അവിടെ നിക്ക് സാറേ, അതുകൊണ്ട് ഫോട്ടോ എടുക്കാന്ന്. സാറേ ആ നിക്ക് സാറേ, പോവല്ലേന്ന്. പുറമേ കാണുന്നവരല്ലല്ലോ സാറേ, സാറിന്റെ അകം മൊത്തം പുൽക്കുത്താണല്ലോ. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്നെ മനഃപൂർവ്വം നിങ്ങൾ അപമാനിക്കാൻ വന്നോ? അതും നല്ലൊരു ദിവസമായിട്ട്. നല്ലൊരു ദിവസല്ലേ? ഇന്ന് വിഷു 1-ാം തീയതി ആയിട്ട് എന്റെ മോളെ ഞാൻ ഇലയിട്ട് ഉണ്ടാക്കിയതാ. അപ്പോഴാണ് സാറിന്റെ സസ്പെൻഷനോട് എന്റെ കയ്യിൽ കിട്ടുന്നത്, അതും വിഷു കഴിഞ്ഞിട്ടായിട്ട്. വിഷു കഴിഞ്ഞിട്ട് വാങ്ങൽ മാത്രല്ലല്ലോ, കൊടുക്കും കൂടി വേണ്ട സാറേ. അതല്ല ഇതൊരു മര്യാദ, അതല്ല എന്റെ മര്യാദ. എന്റെ ഭാര്യ കണ്ടു, മക്കള് കണ്ടില്ല. കാണരുത്, തന്തയുടെ തോന്നിവാസ മക്കള് കാണരുത്. 2 പെമ്മക്കളുടെ തന്തയല്ലേടോ താൻ? തന്നെ വിശ്വസിച്ച് എങ്ങനെയാണ് ആ കുട്ടികൾ വളരുന്നേ? പോയി ചത്തൂറോ, ഇതാണ് അതിനും നല്ലത്. പോയി ചാവറോ, വാടി. 2 പെമ്മക്കളുടെ തന്തയല്ലേടോ താൻ?
തന്നെ വിശ്വസിച്ച് എങ്ങനെയാണ് ആ കുട്ടികൾ വളരുന്നേ? പോയി ചത്തൂറോ? ഇതാണ് അതിനും നല്ലത്. പോയി ചാവണോ നായേ? വാടി. സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ചുറ്റി. സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ചുറ്റി. വാൽക്കണ്ണാടി നോക്കി പുഞ്ചിരിച്ചു പുതുമഴ പെയ്തരാവിൽ ആവണിപ്പൂകൾ വിരിഞ്ഞു. വാൽക്കണ്ണാടി നോക്കി പുഞ്ചിരിച്ചു പുതുമഴ പെയ്തരാവിൽ ആവണിപ്പൂകൾ വിരിഞ്ഞു. സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ